ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് സ്വാഗതം. പാവയ്ക്ക ആരോഗ്യത്തിന് ഏറെ നല്ല ഒരു പച്ചക്കറിയാണ്. ഏറെ വൈറ്റമിനുകൾ അടങ്ങിയ ഒന്ന്. കയ്പാണ് രുചിയെങ്കിലും ഈ രുചിയാണ് ഇതിനെ പ്രമേഹമടക്കമുള്ള രോഗങ്ങൾക്ക് മരുന്നാക്കുന്നതും. അയൺ സമ്പുഷ്ടമാണിത്. എന്നാൽ ആരോഗ്യകരമാണെങ്കിലും ഇത് നേരെ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ പല അപകടങ്ങളും വരുമെന്നതാണ് വാസ്തവം. പലരും ഇത് അറിയാതെ അനാരോഗ്യകരമായാണ് ഉപയോഗിക്കുന്നത്. ആരോഗ്യകരമായ പല ഭക്ഷണ വസ്തുക്കളും അനാരോഗ്യകരമാക്കുന്നത് നാം അവ ഉപയോഗിക്കുന്ന രീതി കൊണ്ട് കൂടിയാണ്. പ്രമേഹ രോഗികൾ പലരും ഇത് ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ട്, അല്ലേ? ഇത് രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് കുറയ്ക്കാൻ ഫലപ്രദമാണെന്ന് തെളിഞ്ഞ ഒന്നാണ്. പലരും ഇത് വെള്ളം പോലും ചേർക്കാതെ ജ്യൂസാക്കി കുടിക്കാറുണ്ട്. എന്നാൽ ഇത് അത്ര നല്ലതല്ല. ഇത് രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് പെട്ടെന്ന് താഴ്ത്താൻ ഇടയാക്കും. പ്രത്യേകിച്ചും പ്രമേഹത്തിനുള്ള മരുന്നും ഇൻസുലിനും ഉപയോഗിക്കുന്നവരിൽ ഇത് ഗ്ലൂക്കോസ് പെട്ടെന്ന് കുറച്ച് ഹൈപ്പോഗ്ലൈസീമിയ എന്ന അവസ്ഥയിലേക്ക് വരെ നയിക്കുന്നുണ്ട്. പ്രമേഹമുള്ളവർ മാത്രമല്ല, തടി കുറയ്ക്കാൻ ചിലർ ഉപയോഗിച്ചു വരുന്ന ഒന്നാണ്. ഇതും ആരോഗ്യത്തിന് നല്ലതല്ല. വയറുവേദനയ്ക്കും ഛർദിക്കും വയറിളക്കത്തിനുമെല്ലാം ഇത് കാരണമാകാം. യൂട്രൈൻ കോൺട്രാക്ഷന് വരെ ഇടയാക്കുന്ന ഒന്നാണിത്. അതായത് യൂട്രസ് സങ്കോചിക്കുന്ന അവസ്ഥ. ഇതിനാൽ തന്നെ ഗർഭകാലത്ത് ഇത് ജ്യൂസ് അടിച്ച് കഴിക്കുന്നത് ഒട്ടും ഗുണകരമല്ല. നേരെ മറിച്ച് ഇത് വേവിച്ച് കഴിക്കുന്നത് കൊണ്ട് ദോഷമില്ല. കിഡ്നി ലിവറിന്റെ ആരോഗ്യത്തിനും ഇത് ജ്യൂസാക്കി കഴിക്കുന്നത് അത്ര നല്ലതല്ല. ഇത് ലിവറിന്റെ വീക്കത്തിന് കാരണമാകുന്നു. ഇത് അടുപ്പിച്ച് കഴിക്കുന്നവരിലാണ് ഈ അപകടം കൂടുതലായും കാണുന്നത്. ഷുഗർ മരുന്നുകൾ എടുക്കുന്നവർ ഇത് പ്രത്യേകിച്ചും ശ്രദ്ധിച്ചു വേണം കഴിക്കാൻ. കാരണം ഇത് മരുന്നിലെ ചില ഘടകങ്ങളുമായി പ്രവർത്തിക്കും. ഇതുപോലെ തന്നെ കിഡ്നി പ്രശ്നമുള്ളവരും പാവയ്ക്ക ജ്യൂസ് കഴിക്കാൻ പാടില്ല, പ്രത്യേകിച്ചും കിഡ്നിയിൽ കല്ലുണ്ടെങ്കിൽ. പാവയ്ക്ക ചെറിയ കുട്ടികളെങ്കിൽ വയറുവേദന, പനി പോലുള്ള അവസ്ഥകളിൽ പാവയ്ക്ക തന്നെ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത് വെള്ളം ചേർക്കാതെ ജ്യൂസാക്കി അടുപ്പിച്ച് കഴിക്കുന്നതും അമിതമായി കഴിക്കുന്നതുമെല്ലാം നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കണം. അതേസമയം ഇത് കറികളാക്കിയോ തോരനായോ എല്ലാം കഴിക്കാവുന്നതാണ്. ഇത് ഏറെ ഗുണകരവുമാണ്. പാവയ്ക്ക ജ്യൂസ് കഴിക്കണമെങ്കിൽ മുഴുവൻ പാവയ്ക്ക എടുത്ത് ജ്യൂസാക്കരുത്. മാത്രമല്ല ഇതിൽ വെള്ളം ചേർത്തല്ലാതെ കഴിക്കരുത്. പാവയ്ക്ക നീര് ആയുർവേദത്തിലടക്കം പല രോഗങ്ങൾക്കുമായി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇതിൽ അല്പം മാത്രമാണ് എടുക്കുക. മാത്രമല്ല നേർപ്പിച്ചാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പാവയ്ക്ക തോരൻ വെച്ചോ കറി വെച്ചോ നമുക്ക് കഴിക്കാം. ജ്യൂസ് കഴിക്കണമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം നേടുക എന്നത് അത്യാവശ്യമാണ്. ആന്റി ഡയബറ്റിക് മരുന്നുകളെ തടസ്സപ്പെടുത്തുന്നു. നിങ്ങൾ ഇതിനകം തന്നെ പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ പാവയ്ക്ക ജ്യൂസ് നിങ്ങൾക്ക് പ്രശ്നമായേക്കാം. പാവയ്ക്ക ഇതിനകം തന്നെ ശക്തമായ ആന്റി ഡയബറ്റിക് ഗുണങ്ങൾ ഉള്ളതിനാൽ നിങ്ങളുടെ മറ്റ് പ്രമേഹ മരുന്നുകൾക്കൊപ്പം ഇത് കഴിക്കുന്നത് അപകടകരമാണ്. കാരണം ഇത് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയെ മാരകമായ അളവിൽ കുറച്ചേക്കാം. അടുത്തതാണ് ഹൈപ്പോഗ്ലൈസമിക് കോമ. ഇതിലേക്കും കാരണമാകുന്നുണ്ട്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെ കുറവായതിനു ശേഷം ഒരാൾ കോമയിലാകുന്നു. ജീവൻ അപകടത്തിൽപ്പെടുന്ന അവസ്ഥ. അതാണ് ഹൈപ്പോഗ്ലൈസമിക് കോമ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ കൈപ്പക്ക വളരെ ഫലപ്രദമാണ്. എന്നാൽ പഞ്ചസാരയുടെ അളവ് കൃത്യമായി നിരീക്ഷിച്ചില്ലെങ്കിൽ വ്യക്തിയുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുകയും അയാൾക്ക് ബോധം നഷ്ടപ്പെടുകയും ചെയ്യാം. കരളിന് പ്രശ്നമായേക്കാം. പ്രമേഹം നിയന്ത്രിക്കാൻ കൂടുതൽ അളവിൽ പാവയ്ക്ക കഴിക്കുന്നത് കരൾ വീക്കത്തിന് വരെ കാരണമാകാം. കയ്പക്ക നേരിട്ട് കരളിനെ നശിപ്പിക്കില്ല. എന്നിരുന്നാലും ഇതിന്റെ ദീർഘകാല ഉപയോഗം കരൾ എൻസൈമുകളെ ഉയർത്തുകയും കരളിനെ പ്രശ്നമാക്കുകയും ചെയ്യുന്നുണ്ട്. ആമാശയത്തെ അസ്വസ്ഥമാക്കുന്നു. പാവയ്ക്ക കഴിക്കുന്നതിലൂടെ സാധാരണയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രതികൂല ഫലങ്ങളിൽ ഒന്നാണ് വയറിലെ പ്രശ്നങ്ങൾ. നേരിയ വയറിളക്കവും വയറുവേദനയും പാവയ്ക്ക ജ്യൂസിന്റെ ചില പാർശ്വഫലങ്ങളാണ്. നിങ്ങൾ കയ്പക്ക ജ്യൂസ് കഴിക്കുമ്പോൾ നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിരീക്ഷിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ജ്യൂസ് കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഇനി പാവയ്ക്ക ജ്യൂസ് കഴിക്കണമെങ്കിൽ ആദ്യം ഡോക്ടറെ പോയി കാണണമെന്നല്ലേ? പക്ഷേ ഈ പറഞ്ഞതിൻ്റെ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞതിനകത്തൊക്കെ പലതരത്തിലുള്ള കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പാവയ്ക്ക ജ്യൂസ് കഴിക്കുമ്പോഴും അത് പല രീതിയിൽ നമ്മൾ ജ്യൂസാക്കി മറ്റു രീതിയിൽ കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാവയ്ക്ക ജ്യൂസ് കുടിക്കണം അല്ലെങ്കിൽ പാവയ്ക്കയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു
കാര്യങ്ങൾ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കണമെന്നുള്ളവർ വളരെ ശ്രദ്ധിച്ച് അത് വളരെയധികം നോക്കിയിട്ട് മാത്രം കഴിക്കുക. പിന്നെ ഗർഭിണികളായവർ അതുപോലെ തന്നെ പ്രമേഹ രോഗമുള്ളവരൊക്കെ മാക്സിമം ഇത് ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കുക.